ഫർസാനയുടെ വീട്ടിൽ നിന്നും ചന്തുവും കൂടി ചേരുകയാണ്. ചന്തു ചന്ദ്രശേഖർ. ചന്തു, നമുക്കറിയാം ആ ഒരു വീട്ടിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അവിടുത്തെ അവരുടെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് തന്നെ ഫർസാനയുടെ ഖബറടക്കം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ്, എപ്പോഴത്തേക്കാകും മൃതശരീരം അവിടേക്ക് കൊണ്ടുവരിക, മറ്റ് പൊതുദർശനമൊക്കെ ഉണ്ടാകുമോ? ആ വിവരങ്ങളെല്ലാം നൽകാം. സ്വാതി, അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മൃതദേഹം അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. കുറച്ച് സമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിക്കും. ഇവിടെ വീട്ടിൽ തന്നെ പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് സമയമായിരിക്കും പൊതുദർശനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും ചിറയൻകീഴ് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും ആ ഖബറടക്കം മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക. എന്തായാലും വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ചിപ്പോൾ പരിസരവാസികളും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രമാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്. ഫർസാനയുടെ അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛനും അമ്മയും ആരുമായും സംസാരിക്കുന്നില്ല. അവർ വളരെ വിഷമ അവസ്ഥയിലാണ്. അവർ മാനസികമായി തന്നെ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം ഇന്നലെ വൈകുന്നേരം ഇതേ സമയത്തോട് അടുപ്പിച്ചാണ് ഈ ഫർസാനയെ ഫോണിൽ വിളിക്കുന്നത്. വിളിച്ച ഉടനെ തന്നെ ഫർസാന ഇവിടെ നിന്നും ഇറങ്ങി പെട്ടെന്ന് ധൃതിപ്പെട്ട് പോകുന്നു. ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. PG അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്, കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഫർസാന. അപ്പോൾ ട്യൂഷൻ എടുക്കാനെന്ന് വീട്ടുകാരടുത്ത് പറഞ്ഞാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അതിനുശേഷം മകളുടെ മരണ വാർത്തയാണ് ഈ രക്ഷിതാക്കൾ അറിയുന്നത്. അതിൻ്റെ ഒരു ഞെട്ടലിലും അതിൻ്റെ ഒരു വിഷമത്തിലും തന്നെയാണ്. മാത്രമല്ല ഈ നാട്ടുകാരും അതേ തരത്തിൽ വലിയ ഞെട്ടലിലാണ്. കാരണം ഫർസാനയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരുമായും വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഒക്കെ ഉണ്ടാവുകയും വളരെ കുലീനമായി ഇവിടെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് പരിസരവാസികളൊക്കെ തന്നെ നമ്മോട് നേരത്തെ സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടൽ സ്വാഭാവികമായും ഈ സമീപവാസികൾക്കുമുണ്ട്. എന്തായാലും ഈ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ വീട്ടിന് മുന്നിൽ നടക്കുന്നുണ്ട്. കുറച്ച് സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും ചിറയൻകീഴ് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുക. എന്തായാലും പോലീസ് സംബന്ധിച്ചുള്ള അന്വേഷണം നേരത്തെ അനുരാഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഫർസാനെ ഇന്നലെ ഇവിടെ നിന്നും ഫോണിൽ വിളിച്ചതടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും ഫർസാനെ വിളിച്ചതെന്നും ഫർസാന ഇത്ര ധൃതിപ്പെട്ട് ഇവിടെ നിന്ന് പോകാനുള്ള സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസിൻ്റെ അന്വേഷണം നീങ്ങും. പക്ഷേ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായ ഒരു നിമിഷമാണ്, വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു നിമിഷമാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ആളുകൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളും പരിസരവാസികളും ഒക്കെ ഇപ്പോൾ ഈ വീടിന് പരിസരത്തേക്ക് കൂടി വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുതന്നെയാണ് ചന്തു. ഏറെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാകും, അല്ലെങ്കിൽ സമയത്തിലൂടെയാകും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കടന്നു പോവുക. നമ്മളെല്ലാവരും ഇത് കേട്ട് ഏറെ വേദനയോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത് ഈ ഒരു സമയത്ത്. എന്തായാലും അല്പസമയത്തിനകം ഫർസാനയുടെ മൃതദേഹം വീട്ടിലെത്തിക്കും. അതിനുശേഷം പൊതുദർശനമുണ്ടാകും. പിന്നീട് പള്ളിയിൽ എത്തിച്ച് ഖബറടക്കം നടത്തും എന്നുള്ളതാണ് ചന്തു അവിടെ നിന്നും നൽകിയ വിവരം. അല്പസമയം മുൻപ് പോലീസ് ഉദ്യോഗസ്ഥൻ IG ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ, അഫാൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രതികരണം നൽകിയിരുന്നു. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും എന്നാണ് അറിയിച്ചത്. അഫാൻ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിനുശേഷം കാര്യമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. നിലവിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പ്രതിയുള്ളതെന്ന് പറയുന്നത്. അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ലഹരി രക്തപരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലെല്ലാം കൂടുതലായുള്ള വ്യക്തത വരൂ എന്നുമാണ് IG ശ്യാം സുന്ദർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്.